സമകാലികം. സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയും മുൻപ് പുതിയ സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി. 60 കഴിഞ്ഞ 60 ലക്ഷം മനുഷ്യർക്കായി വയോജനക്ഷേമ വകുപ്പ്. ലോകത്തെ ഏറ്റവും മികച്ച വയോജന പരിചരണ സംവിധാനമുള്ള ജപ്പാന്റെ മാതൃക പിന്തുടർന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ ജനം നോക്കിക്കാണുന്ന വയോജന വകുപ്പ് കേരളത്തിൽ സൃഷ്ടിക്കാനിടയുള്ള ചരിത്രപരമായ മാറ്റത്തെ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. എന്താണ് ജപ്പാൻ മോഡൽ വയോജനക്ഷേമ പദ്ധതി? വിശദീകരിക്കുന്നു യുനെസ്കോയുടെ ഇന്റർനാഷണൽ സെന്റർ ഫോർ വാട്ടർ ഹസാർഡ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ വിസിറ്റിംഗ് സയന്റിസ്റ്റും ജപ്പാനിലെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ റിസർച്ച് സയന്റിസ്റ്റുമായ ഡോക്ടർ അബ്ദുള്ള ബാവ. ജപ്പാനിലെ വയോജന പരിചരണ സംവിധാനം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടതും പഠിക്കപ്പെടുന്നതുമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രായമായ ജനസംഖ്യകളിൽ ഒന്നിനെ കൈകാര്യം ചെയ്യുന്നതിനായി സർവ്വജന ദീർഘകാല പരിചരണ ഇൻഷുറൻസ്, സമൂഹ അധിഷ്ഠിത പിന്തുണ, പ്രതിരോധ ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യ എന്നിവയെ ഫലപ്രദമായി സംയോജിപ്പിക്കുന്ന മാതൃകയാണ്. ഇതിലെ സംവിധാനങ്ങൾ മുൻകൂട്ടി പ്രായമാകൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. ജപ്പാൻ ഒരു സൂപ്പർ ഏജിംഗ് സമൂഹമാണെങ്കിലും അവിടെ ജനസംഖ്യയുടെ 30% വയോധികരാണെങ്കിലും അവിടെ സാമൂഹികമായ ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. അതിന് പ്രധാനമായും കാരണം ജപ്പാൻ പ്രായമാകലിനെ ഒരു പുനരാഖ്യാനം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. ദീർഘകാല പരിചരണ ഇൻഷുറൻസ് സംവിധാനം രൂപപ്പെടുത്തൽ, പ്രൊഫഷണൽ പരിചരണ തൊഴിലാളികളുടെ വൈദഗ്ധ്യം വികസിപ്പിക്കൽ, വയോധികരുടെ തൊഴിൽ പങ്കാളിത്തം എന്നിവയിൽ ഊന്നൽ നൽകി. വയോധികരെ കുടുംബത്തിന്റെ മാത്രം ബാധ്യതയായി കാണാതെ അവർ സമൂഹത്തിന്റെ ഭാഗമെന്ന നിലക്ക് കണ്ട് അവരെ പങ്കാളിത്തമുള്ള പൗരന്മാരായി മാറ്റിയെടുത്തു എന്നുള്ളതാണ് ജപ്പാൻ മോഡലിന്റെ ഒരു പ്രത്യേകത. അതിന് അനുകൂലമായ ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയതോടെ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞാലും മുതിർന്ന പൗരന്മാർ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന പൗരന്മാരായി ഇടപെടുന്നു. ഈ പ്രതിഭാസത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് തൊഴിൽ മേഖലയിൽ പ്രായമായവരുടെ തുടർച്ചയായ പങ്കാളിത്തമാണ്. പരമ്പരാഗത വിരമിക്കൽ പ്രായത്തിനപ്പുറം നിരവധി മുതിർന്ന പൗരന്മാർ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലേക്ക് പങ്കാളിത്തം വഹിക്കുന്നതായി കാണാം. ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിൽ ജപ്പാന്റെ സമീപനം വ്യക്തികളെ ഉൽപാദനക്ഷമതയുള്ളവരായും സാമൂഹികമായി ബന്ധപ്പെടുന്നവരായും അന്തസ്സുള്ള പൗരന്മാരായും തുടരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ജപ്പാൻ വയോജന പരിചരണ മോഡലിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മൂന്നായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, പരിചരണം ഒരു സമൂഹ ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന്, സ്വന്തം സ്ഥലത്ത് തന്നെ പ്രായമായ ആളുകൾ ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതായത് ഓൾഡ് ഏജ് ഹോമിലും മറ്റും അയക്കാതെ അവരെ സ്വന്തം വീട്ടിലും അതുപോലുള്ള കമ്മ്യൂണിറ്റിയിലും അവർക്ക് ജീവിക്കാനും അവരുടെ പങ്കാളിത്തം വഹിക്കാനും അവസരം ഉണ്ടാക്കുക. മൂന്നാമതായിട്ട് ഒരു ഏകീകൃത പരിചരണ സമീപനമാണ്. അതായത് ഇന്റഗ്രേറ്റഡ് കെയർ. അത് ഹെൽത്ത് കെയർ, ലോങ് ടൈം കെയർ, സോഷ്യൽ സപ്പോർട്ട് ഇതെല്ലാം കൂടി ഒരു സിസ്റ്റത്തിൽ ചെയ്തത് കാരണം ഇതിനാൽ ജപ്പാൻ മോഡൽ ഒരു സിസ്റ്റം ബേസ്ഡ് മോഡലാണ് എന്ന് പറയാം. ജപ്പാൻ വയോധിക പരിചരണ മോഡലിന്റെ പ്രധാന ഘടകങ്ങൾ ഒന്ന് ലോങ് ടേം കെയർ ഇൻഷുറൻസ് ആണ്. അതായത് ദീർഘകാല പരിചരണ ഇൻഷുറൻസ്, അതാണ് അതിന്റെ മുഖ്യ സംവിധാനം. രണ്ടാമതായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇന്റഗ്രേറ്റഡ് കെയർ സിസ്റ്റമാണ്. മറ്റൊന്നൊരു കെയർ മാനേജർ സംവിധാനം. ഓരോരുത്തർക്കും ഓരോ മാനേജർ, ഒരു ഹെൽത്ത് മാനേജർ, കെയർ മാനേജർ സംവിധാനം ഏർപ്പെടുത്തുക. നാലാമതായിട്ട് നീഡ് അസസ്മെന്റും അതിന്റെ സാധ്യതകളും അതിന്റെ മൂല്യനിർണ്ണയമാണ്. ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ആവശ്യം, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നും അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും അസസ് ചെയ്ത് അതിനുവേണ്ട ഫലപ്രദമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് ഹോം ബേസ്ഡ് കെയർ സർവീസ് ആണ്. 6, ഡേ കെയർ, കമ്മ്യൂണിറ്റി സേവനം, വിശ്രമസ്ഥലം, ഷോർട്ട് സ്റ്റേ കെയർ, പിന്നെ ജപ്പാനിൽ പ്രത്യേക ഡിമെൻഷ്യ കെയർ പ്രോഗ്രാം ഉണ്ട്. 8ാമതാണ്. 9, പ്രിവെന്റീവ് ആൻഡ് ഹെൽത്തി ഏജിംഗ് പ്രോഗ്രാം. മറ്റൊന്ന് 10ാമതായിട്ട് നമുക്ക് സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിചരണം, ഏജ് ടെക്, സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിചരണ രീതിയാണ്. ഇങ്ങനെ 10ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. വയോധികരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായുള്ള പുതിയ സർക്കാർ ഇടപെടലിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു വയോജനങ്ങളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ കോർഡിനേറ്റർ സാബിത്ത് ഉമർ. വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമായ നടപടിയാണ്. കേരളീയ സമൂഹം വാർദ്ധക്യത്തിന് തയ്യാറെടുത്തിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും മക്കളുടെ വിവാഹത്തിന് വേണ്ടിയും വീടിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റമൊന്നും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ വാർദ്ധക്യകാലത്ത് മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ ഒരു പരിചരണത്തിലും പരിഗണനയിലും ഒക്കെ ഒരു ആശ്രിത ബോധത്തോടുകൂടി കഴിയേണ്ട രീതിയിലാണ് ഇന്ന് വൃദ്ധരായ ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ സംരക്ഷിക്കാത്ത മാതാപിതാക്കളുടെ വാർത്തകളൊക്കെ ദിനേന നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഈ മേഖലയിലേക്കുള്ള കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനൊക്കെ ഈ വകുപ്പിലൂടെ സാധ്യമാവും. നിലവിൽ 2007 തന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള
സംരക്ഷണ നിയമമൊക്കെ ഇവിടെ നിലവിലുണ്ട്. പക്ഷെ അത് റവന്യൂ അധികാരികൾ വഴിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സബ് കളക്ടർ അല്ലെങ്കിൽ RDO ഒക്കെയാണ് അതിന്റെ ട്രിബ്യൂണൽ അധികാരികളായിട്ടൊക്കെ ഉള്ളത്. എത്രത്തോളം ആളുകൾക്ക് അതിലേക്കൊക്കെ ആക്സസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. എത്രത്തോളം ആളുകൾ പരാതിയുമായി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്, എത്രത്തോളം ആളുകൾക്ക് അവിടെ നിന്ന് നീതിയുക്തമായ തീരുമാനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോ ഇതൊരു പ്രത്യേക വകുപ്പ് വരുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് കുറെ കൂടി ക്ലാരിറ്റി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളീയ സമൂഹത്തില് പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ചെറുപ്പക്കാരുടെ മൈഗ്രേഷനാണ്. അർത്ഥത്തില് പ്രായമായവർ മാത്രം അവശേഷിക്കുന്ന ഒരു സമൂഹത്തില് സ്വീകരിക്കാൻ പറ്റുന്ന നിരവധി നടപടികളുണ്ട്. പ്രത്യേകിച്ച് ക്വാളിറ്റിയുള്ള സീനിയർ ലിവിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവുക, ഇടത്തരക്കാർക്കും മധ്യവർഗക്കാർക്കും സാധാരണക്കാർക്കും ഒക്കെ ആക്സസിബിലിറ്റി ഉള്ള സീനിയർ ലിവിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവുക. ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാവുന്ന സംഗതികളാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോ കാണുന്ന ഒരു വേദനയേറിയ അനുഭവം എന്ന് പറയുന്നത് മക്കള് നോക്കാതെയായി നാട്ടുകാർ ഇടപെട്ടു, പോലീസ് സ്റ്റേഷൻ മുഖേന ഏതെങ്കിലുമൊക്കെ അഗതി മന്ദിരത്തിലോ ഓൾഡ് ഏജ് ഹോമിലോ ഒക്കെ എത്തുന്ന രീതിയാണ് പലപ്പോഴും ഉള്ളത്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രായമായവർക്കും സംരക്ഷണം ആവശ്യമുള്ളവർക്കും നേർക്കുനേരെ കടന്നു ചെല്ലാനും അത്തരം സ്ഥാപനങ്ങളെ എംപാനൽ ചെയ്യാനും ഒക്കെ സർക്കാരിന് കുറെ കൂടി എളുപ്പമാവും ഈ ഒരു വകുപ്പും അത് അതിന്റെ ചട്ടങ്ങളും ഒക്കെ വരുമ്പോൾ. വയോജനക്ഷേമ വകുപ്പിലൂടെ മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാർ ഇടപെടൽ എങ്ങനെയാകണം? അഭിപ്രായം പങ്കുവയ്ക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ ജെറിയാട്രിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഇന്ത്യൻ അക്കാദമി ഓഫ് ജെറിയാട്രിക്സ് കേരള ചാപ്റ്റർ പ്രസിഡന്റുമായ ഡോക്ടർ ദിവ്യാമോൾ കെ ശശിധരൻ. വയോജനക്ഷേമ വകുപ്പ് എന്ന ഒരു പദ്ധതി അത് നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുതിയ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ ഇന്ന് വയോധികരുടെ എണ്ണം വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലും പലയിടങ്ങളിലും വയോധികർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒത്തിരി വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ വയോധികരുടെ പ്രശ്നങ്ങൾ പെൻഷനിലോ ചികിത്സയിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അവർക്ക് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയ്ക്കൊപ്പം ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, വിഷാദരോഗം, ലോൺലിനെസ്, വീഴ്ചകൾ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, പല മരുന്നുകൾ ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ പല പല പ്രശ്നങ്ങളാണ് ഇവർക്കുള്ളത്. അപ്പം ഈ പ്രശ്നങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് പ്രായമായവർ ഇന്നത്തെ കാലത്ത്. ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നത് ഒരു വികസനത്തിന്റെ അടയാളമാണ്. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ സമൂഹവും ഭരണ സംവിധാനവും മാറിയില്ലെങ്കിൽ ഇതൊരു വലിയ വെല്ലുവിളിയാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് വയോധികരുടെ പല പല പ്രശ്നങ്ങൾ ഒറ്റ വകുപ്പിന്റെ അണ്ടറിൽ നമുക്ക് നോക്കാൻ സഹായിക്കും. ഇതുവരെ ഈ വയോധികരുടെ പ്രശ്നങ്ങൾ വിവിധ വകുപ്പുകളിലായി പിരിഞ്ഞു കിടക്കുകയായിരുന്നു. അതായത് ആരോഗ്യ വകുപ്പ് ഒരു ഭാഗം നോക്കും, സാമൂഹ്യ നീതി വകുപ്പ് മറ്റൊരു ഭാഗം നോക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേറൊരു രീതിയിൽ ഇടപെടും. എന്നാൽ ഇപ്പൊ ഈ ഒരു പദ്ധതി വന്ന കഴിഞ്ഞാൽ എല്ലാ വയോധികരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും, അതായത് ആരോഗ്യം, സാമൂഹിക സുരക്ഷ, മാനസികാരോഗ്യം, സാമ്പത്തിക സുരക്ഷ, കുടുംബ പിന്തുണ, ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് ഒറ്റ വകുപ്പിന്റെ അടിയിൽ നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഹെൽത്തി ഏജിംഗ് എന്ന ആശയം ശക്തിപ്പെടുത്താൻ കഴിയും. അതായത് വയോധികരെ രോഗികളായി മാത്രം കാണാതെ സജീവമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന രീതിയിലേക്ക് സമൂഹത്തെ മാറ്റാൻ പറ്റും. രണ്ടാമതായി നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും വയോജനങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഡോക്ടേഴ്സിനെയും കൂടുതൽ ആൾക്കാരെയും ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജസിലെല്ലാം ഇതിന്റെ സീറ്റ്സ് തുറക്കാനായിട്ടും പറ്റും. ഇതെല്ലാം നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ വരും തലമുറയിലെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ട്രെയിനിങ്ങും നമ്മുടെ ഈ വകുപ്പിന്റെ അണ്ടറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമതായി നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വയോധികർക്കായി കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ശക്തമാക്കാൻ പറ്റും. അതായത് പല വീടുകളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ആവശ്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഒരാൾ ഉണ്ടാകുക. അപ്പം അതിനു വേണ്ടിയിട്ട് ആശാപ്രവർത്തകരും കുടുംബശ്രീയും സന്നദ്ധ സംഘടനകളും അയൽക്കൂട്ടങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാരെയും കൂടി ബന്ധിപ്പിച്ച് ഒരു ശക്തമായ എൽഡർ കെയർ നെറ്റ്വർക്ക് സൃഷ്ടിക്കാൻ ഈ വകുപ്പിന് കഴിയേണ്ടതാണ്. പിന്നെ വയോധികർക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമൂഹവും നമുക്ക് ഈ വകുപ്പിന്റെ അണ്ടറിൽ ഉണ്ടാക്കാൻ സാധിക്കേണ്ടതാണ്. അതായത് ഇപ്പം ആശുപത്രികള്, ബസ്സുകള്, റോഡുകള്, പാർക്കുകള്, ബാങ്കുകള്, അതായത് ഓഫീസുകളിലൊക്കെയുള്ള ഒരു എല്ലായിടത്തും നമുക്ക് വയോധികർക്ക് ഒരു സ്പെഷ്യൽ കൺസെഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനും അവരെയും കൂടി കരുതിക്കൊണ്ടുള്ള രീതിയിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ വകുപ്പിന് കഴിയേണ്ടതാണ്. മാനസികാരോഗ്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് ഈ വകുപ്പ് സഹായിക്കേണ്ടതാണ്.
ജെറിയാട്രിക് ക്ലബ്സും ഇപ്പം ഈ ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ട ആൾക്കാർക്കും മക്കൾ അകലെ താമസിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഇന്റർ ജനറേഷണൽ പ്രോഗ്രാംസ്, അതായത് കുട്ടികളെയും യുവാക്കളെയും വയോധികരെയും ഒക്കെ ഒരുമിപ്പിക്കുന്ന പദ്ധതികളും അവരെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പല പല പ്രോഗ്രാംസും ഒക്കെ ഈ വകുപ്പിന്റെ അണ്ടറിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കേരളം ഇതിനു മുമ്പ് പാലിയേറ്റീവ് കെയറിൽ ലോകത്തിന് മാതൃകയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയോധിക സൗഹൃദ നയങ്ങളിലും ഇന്ത്യക്ക് വഴികാട്ടിയായി തീരാൻ കേരളത്തിന് കഴിയും. കാരണം ഇന്ത്യയുടെ ജനസംഖ്യയും വേഗത്തിൽ പ്രായമേറുകയാണ്. നാളെ ഇന്ത്യ മുഴുവൻ നേരിടാനിരിക്കുന്ന വെല്ലുവിളി കേരളം ഇന്ന് നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് ഒരു വലിയൊരു തുടക്കമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് മാത്രം മതിയാകില്ല. രാഷ്ട്രീയ മനസ്സും സമൂഹത്തിന്റെ പങ്കാളിത്തവും കുടുംബങ്ങളുടെ സമീപന മാറ്റവും അതുപോലെ പ്രധാനമാണ്. വയോധികർ നമ്മുടെ ബാധ്യതയാണ് എന്ന ചിന്തയിൽ നിന്ന് വയോധികർ നമ്മുടെ അനുഭവ സമ്പത്താണ് എന്ന ചിന്തയിലേക്ക് മാറണം. വയോജന പരിപാലനത്തിന്റെ ലോകോത്തര മോഡലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണനയിലുള്ളത്? വിശദീകരിക്കുന്നു സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 20% നമ്മുടെ വയോജന പോപ്പുലേഷന്റെ പ്രൊജക്ഷൻസ് നമ്മൾ 20% എത്തുകയാണ്. അതിലും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അതിനകത്തുള്ളത് 5 കേരളത്തിൽ 90 വയസ്സ് വരെ ജീവിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഏജിങ്ങിനെ 2 കാറ്റഗറി ആയിട്ട് വെക്കണം. ഒന്ന് സാധാരണ എൽഡർലി പോപ്പുലേഷൻ, രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് ലോങ് ടേം കെയർ വേണ്ടി വരാൻ സാധ്യതയുള്ള പോപ്പുലേഷൻ. ഈ 90 വയസ്സിന്റെ മുകളിലേക്ക് 5 വരും. 2035-40 ആവുമ്പോഴാണ് തോന്നുന്നു 4 90 വയസ്സ് വരെ കേരളത്തിൽ ജീവിക്കും. ആ ആയുസിന്റെ ദൈർഘ്യം നമ്മളുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള നമ്മളുടെ അഡ്വാൻറ്റേജസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. അതിനോടൊപ്പം വയോജന മേഖലയിലേക്ക് കയറി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലോങ് ടേം ഏജിങ് ഉള്ള സ്ഥലത്തേക്ക് ഉള്ള ആളുകളിൽ സംഭവിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഡിമെൻഷ്യയുടെ നമ്പർ നന്നായിട്ട് കൂടും. ഡിമെൻഷ്യയുടെ നമ്പേഴ്സ് കൂടുമ്പോൾ ഡിമെൻഷ്യയുടെ ഉള്ള പേരൻസിന്റെ കെയർ ടേക്കേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ അധികവും, കൂടുതലും ബേർഡൻ സ്ത്രീകളിലാണ് വരുന്നതെങ്കിലും ആളുകൾ അധികവും അവരുടെ മക്കൾ എന്ന് പറയുന്നത് അധികവും 55-60 ഇയേഴ്സിന്റെ മേലെയായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിനും കമ്മ്യൂണിറ്റിക്കും വലിയൊരു ഇന്റർവെൻഷൻ അവിടെ ഉണ്ട്. നമ്മൾ ഈ ജപ്പാൻ മോഡലുകൾ എടുക്കുകയാണെങ്കിൽ പോലും 1968-കളിലും 70-കളിലും ഒക്കെ ഈ അവരും വളരെ ഒരു കൺഫ്യൂഷ്യസ് ഒക്കെ പറഞ്ഞതുപോലെയുള്ള വളരെ ഒരു ഫിലിയൽ പാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുടുംബപരമായിട്ടുള്ള വയോജന കെയർ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി തന്നെയായിരുന്നു. പക്ഷേ ലോങ്കിവിറ്റി കൂടിയ സമയത്ത് അവരുടെ കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് അവർ കുറച്ചും കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോയത്. അപ്പം ഇത്തരത്തില് നമ്മളുടെ സൊസൈറ്റികൾ നമുക്കിപ്പോ അറിയാം, വിദേശത്തുള്ള മക്കളുള്ള മാതാപിതാക്കളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ആരും ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു നെഗ്ലക്റ്റിലല്ല. എല്ലാവരുടെയും തൊഴിൽപരമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ സ്ലോലി നമ്മൾ കാണുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങൾ മാത്രമല്ല വയോജനങ്ങളിൽ, മാനസികമായിട്ടുള്ള ഒറ്റപ്പെടലുകളും അവർ വളരെ രൂക്ഷമായിട്ട് അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മൾ ഗവൺമെന്റിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സൊസൈറ്റിനെയും വീടുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇനി വേണ്ടി വരിക. അതിൽ പ്രധാനപ്പെട്ട ചുവട് വെക്കുന്നതാണ് വെറുതെ ഏജ് ചെയ്യാന്നുള്ളതല്ല. നമുക്കറിയാം, പോയ ഒരു തലമുറ എന്നുള്ളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു ബേസിക് മിനിമം നീഡ്സ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ്. അവർക്ക് ഒരു പക്ഷേ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഏജിങ്ങിലേക്ക് പോകാന്നുള്ളത് ഒരു ലക്ഷറി ആയിരുന്നു. കേരളത്തിലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലൊക്കെ അതൊരു ലക്ഷറി ആയിരുന്നു, ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് പോകാന്നുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഒരു ശരാശരി മലയാളിക്ക് ജീവിത സാഹചര്യം വലിയ രീതിയിൽ മോശമല്ല. അതുകൊണ്ട് തന്നെ ഒരു 40 വയസ്സ് തൊട്ട് ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് നമ്മളുടെ സൊസൈറ്റിനെ കൊണ്ടുവരുന്നതോടുകൂടി ഈ ഇന്റർവെൻഷൻ ലോങ് ടൈം കെയർ വേണ്ടി വരാൻ ഉള്ള സാഹചര്യങ്ങൾ വലിയ രീതിയിൽ കുറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രൈമറി പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ഈ ലോങ് ടേം കെയർ വേണ്ടി വരുമ്പം നമ്മൾക്ക് വരുന്ന സാമ്പത്തികമായിട്ടും ആളുകളൊക്കെയുള്ള നീഡുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ആരോഗ്യപരമായ ഒരു വാർദ്ധക്യത്തിലേക്ക് പോകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് തുടക്കത്തിൽ തന്നെ ചെയ്യാന്നുള്ളതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വയോജന വകുപ്പ് ഒക്കെ വരുമ്പോൾ മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. രണ്ടാമത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏജിങ്ങിനോട് ബന്ധപ്പെട്ടത് ഈ സാമ്പത്തികമായിട്ട് പെൻഷനുകളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്ന മിനിമൽ പെൻഷനിലൊക്കെ ജീവിക്കുന്ന ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ നമ്മളെടുത്തുണ്ട്. അവർ
അവർക്ക് പലപ്പോഴും ഹെൽത്ത് കെയർ വേണ്ടി വരുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയറിന് വേണ്ട ഹോസ്പിറ്റലൈസ്ഡ് ഹെൽത്ത് കെയർ വേണ്ടി വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ജോലിക്കും അവർ പെട്ടെന്ന് തന്നെ അവർക്ക് പോയി ഇതൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി വെക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ സമയം ആകുമ്പോഴത്തേക്കും അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഹാസിൽ ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു വേണ്ട കെയർ അവർക്ക് കിട്ടുന്ന തരത്തിലേക്ക് അവരുടെ ഹോസ്പിറ്റൽ കെയറിന് അവർ ഏജ് ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടുവരാൻ ജപ്പാനിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് ലോങ് ടേം ഇൻഷുറൻസുകൾ. അതിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തേതായിട്ട് കെയർ ബേർഡൻ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. പലപ്പോഴും സ്ത്രീകളിലായിരിക്കും, മുതിർന്ന സ്ത്രീകളിലായിരിക്കും ഈ കെയർ ബേർഡൻ വരിക. അപ്പൊ ഈ കെയർ ബേർഡനുകളിലേക്ക് ഈ ടൈം ബാങ്കിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ചെറുപ്പക്കാരുടെ വോളണ്ടറി സർവീസിനുള്ള ടൈം അവർക്ക് വേണ്ടിയോ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ അവർക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലൊരു ടൈം ബാങ്കിന്റെ ഒരു നെറ്റ്വർക്കിനെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമായിരിക്കും. നല്ലൊരു ഡിസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് നമുക്ക് ഉണ്ട്. അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ വയോജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കും. അവർക്ക് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല പല സേവനങ്ങളുണ്ട്. വയോമിത്രമുണ്ട്, വയോമധുരമുണ്ട്, മന്ദഹാസമുണ്ട്, പിന്നെ പകൽ വീടുകളുണ്ട്. പുതിയ വകുപ്പാണ്. നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നല്ല ആശയങ്ങളും നമ്മളോട് കളക്ട് ചെയ്യുകയും അത് പ്രസന്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രിലിമിനറി ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണോ നമുക്ക് വയോജനങ്ങളുടെ കെയറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, അത് ജപ്പാൻ മോഡൽ ആവട്ടെ, നമ്മുടെ സ്കാൻഡിനേവിയൻ മോഡൽ ആവട്ടെ, നല്ല വേറെ ഏത് മോഡലുകളും ആവട്ടെ, അത് കമ്പൈൽ ചെയ്ത് നല്ല ഒരു വിഷൻ സെറ്റ് ചെയ്ത് വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കുകയും കുറെയൊക്കെ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാണ്. എല്ലാ ഭാഗത്തു നിന്നും നല്ലൊരു റെസ്പോൺസ് ആണ് ഈ വിഷയത്തിൽ കാണുന്നത്. പിന്നിട്ട കാലത്ത് കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്ന മനുഷ്യർ, സമൂഹത്തിന്റെ സമൂല വളർച്ചയ്ക്ക് ജീവിതം സമർപ്പിച്ചവർ, ഇന്ന് നാടനുഭവിക്കുന്ന പുരോഗതിക്കായി കഠിനാധ്വാനം ചെയ്ത തലമുറ. അവർ നമ്മുടെ ആദരവും പിന്തുണയും അർഹിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നും ചരിത്ര പ്രാധാന്യമുള്ള വയോജന വകുപ്പിലേക്ക് എത്തിനിൽക്കുന്നു. അവിടെ ആശ്രിതർ എന്നതിനപ്പുറം അവരുടെ പരിചയസമ്പത്തും കഴിവുകളും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികളാകണം ആവിഷ്കരിക്കപ്പെടേണ്ടത്. നിർവഹണം റിയ. സഹകരണം ഹസീന ഇബ്രാഹിം. സമകാലികം.